ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തൃശ്ശൂരിലാണ് പുലി എന്ന്. അപ്പോൾ ആ തൃശ്ശൂരിൽ പുലി ഇറങ്ങുന്നതിന് മുന്നേ ഞങ്ങൾക്കും പുലിയുണ്ടെന്ന് പറയുകയാണ് നമ്മുടെ വയനാട്ടുകാർ. ഉപാസന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ വയനാട് ചുണ്ടേലിലാണ് ഇപ്പോൾ പുലികളി നടക്കുന്നത്. അവിടേക്ക് ഞങ്ങളുടെ പുലി പോയിട്ടുണ്ട്. ദീപക് മോഹൻ, ഗുഡ് ഈവനിങ് ആൻഡ് ഹാപ്പി ഓണം. ദീപകിനെ ഇന്നലെ കാണാൻ പറ്റിയില്ല. ദീപക് ഇന്നലെ ക്ലബ്ബുമായിട്ടൊക്കെ ചേർന്ന് വലിയ ഓണാഘോഷത്തിലായിരുന്നു എന്ന് ഞാൻ രാവിലെയാണ് അതിന്റെ വിഷ്വലൊക്കെ കണ്ടത്. അപ്പോൾ കർഷകർക്കൊപ്പോൾ ഓണമൊക്കെ ആഘോഷിച്ച് ആ പുലികളുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണല്ലേ. ജെയ്സണിനൊരു വെല്ലുവിളിയാകുമോ? സുജയ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. തൃശ്ശൂരിലെ പുലികൾക്ക് സമാനമായിട്ടുള്ള പുലിയല്ല, പക്ഷേ ആവേശത്തിനൊട്ടും കുറവില്ല. അവിട്ടതലത്തിൽ വയനാട് ചുണ്ടേലിലാണ് പുലിക്കളിയും ഒപ്പം ഓണാഘോഷവും സംഘടിപ്പിച്ചിട്ടുള്ളത്. ഉപാസന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിലുള്ള പുലികളിയാണ് ചുണ്ടേൽ നഗരത്തിലേക്ക് അടുത്തെത്തിക്കഴിഞ്ഞു. 5 പുലികളുണ്ട്, ഒപ്പം ഒരു വേട്ടക്കാരനും. പുലികളെല്ലാവരും തന്നെ ഷൂസും ക്രോക്സ് ഒക്കെ ധരിച്ചാണ് എത്തിയിട്ടുള്ളത്. ചെണ്ടവാദ്യമേളകളുണ്ട്, ഒപ്പം ഉപാസന ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഭാരവാഹികളുണ്ട്, മാവേലിയുണ്ട്. ഒരു ഓണാശംസ. ഹാപ്പി ഓണം എല്ലാവർക്കും, ഹൃദയത്തിന്റെ ഹാപ്പി ഓണം. ഉപാസന സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ ആളുകളുണ്ട്. വൈത്തിരി പഞ്ചായത്ത് പ്രസിഡന്റ് വിജേഷ് അടക്കമുള്ള ആളുകളുണ്ട്. വലിയ ആവേശത്തിലാണ്. ഉപാസന ക്ലബ്ബ് ചുണ്ടേലിന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ആദ്യമുള്ള ക്ലബ്ബ്. ഓണത്തിനോടനുബന്ധിച്ച് എന്താണ് ഒരു ആശംസ? വലിയ ഒരു പരിപാടിയായിട്ടാണ് ഉപാസന ക്ലബ്ബ് നാട്ടുകാരെയൊക്കെ നമ്മളെ ഓണത്തിൻ്റെ വരവും അതോടൊപ്പം തന്നെ ഓണാഘോഷത്തിൻ്റെ പ്രസക്തിയും ഒക്കെ ഈ നാട്ടിൽ മുഴങ്ങി നിൽക്കേണ്ട സമയത്ത് തന്നെ ഈ ഒരു ക്ലബിൻ്റെ നേതൃത്വത്തിൽ വളരെ മനോഹരമായിട്ടാണ് ചുണ്ടങ്ങാടിയിൽ ഒരു ഘോഷയാത്ര രൂപത്തിൽ പുലിക്കളിയുടെ രൂപത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. ഏറ്റവും മികച്ച പരിപാടിയായി ഇതിനെ കാണുകയാണ്. സുജയ, ചുണ്ടേൽ ടൗണിലേക്ക് എത്തിക്കഴിഞ്ഞു. ആളുകളൊക്കെ ഇവിടെ കൂടിയിട്ടുണ്ട്. പായസ വിതരണമുണ്ട്, അതുപോലെ തന്നെ പുലിക്കളിയും ചെണ്ടമേളവും ഉണ്ട്. വലിയ ആവേശത്തിൽ തന്നെയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിലെ പുലിക്കളിയുടെ അത്ര വരില്ലെങ്കിലും ആ പുലിക്കളിയുടെ ആവേശത്തിൽ തന്നെയാണ് വയനാട്ടുകാർ. സുജയ.